ഇപ്പോൾ പെരിന്തൽമണ്ണയിൽ നിന്ന് ഏകദേശം 4-4.5 കിലോമീറ്റർ മാറിയിട്ട് നല്ല അടിപൊളി മനയിലേക്കുള്ള യാത്രയാണ് പാതായിക്കര മന. അപ്പോൾ ഞാൻ ഇൻസ്റ്റാഗ്രാം റീൽസ് കണ്ടിട്ടാണ് ഞാൻ ഇങ്ങോട്ടേക്ക് വരുന്നത്. ചിലപ്പോൾ ഈ ഭാഗത്തുള്ളവർക്കൊന്നും ഇത് അറിയില്ല. അപ്പോൾ നമ്മളിത് കണ്ടിട്ട് അവർക്ക് പറഞ്ഞു കൊടുക്കണം, അതിൻ്റെ ഡീറ്റെയിൽസ് കാണണം. എന്തായാലും നേരെ നമുക്ക് അങ്ങോട്ടേക്ക് പോകാം. കുറച്ച് നടക്കാനുണ്ട്. രാവിലെ തന്നെ ഒരു 8 മണി ആയിട്ടുള്ളൂ. അപ്പോൾ അവിടത്തേക്ക് പോയി അവിടുത്തെ വിശേഷങ്ങൾ നമുക്ക് കാണാൻ കഴിയുമെന്ന് പ്രതീക്ഷിക്കാം. അപ്പോൾ ലെറ്റ്സ് ഗോ. അപ്പോൾ മനയുടെ പോകുന്ന വഴിയിൽ നല്ല വാഴക്കൃഷിയൊക്കെ ഉണ്ട്. നേന്ത്രവാഴ കൃഷിയാണ്. കുറച്ച് പോകുമ്പോൾ നല്ല നെൽപ്പാടങ്ങളൊക്കെ ഉണ്ട്. ഒരു ക്ഷേത്രവും നരസിംഹമൂർത്തി ക്ഷേത്രമുണ്ട്. അപ്പോൾ ഇതെല്ലാം കണ്ടുകൊണ്ടാണ് ഞാൻ അങ്ങോട്ടേക്ക് പോകുന്നത്. ഏകദേശം മനയുടെ എൻട്രൻസിലേക്ക് എത്തി. അവിടെ നല്ല വിജനമായൊരു സ്ഥലം പോലെ തോന്നി. ശരിക്കും നൊസ്റ്റാൾജിയ, നമുക്ക് പഴമ ശരിക്ക് നിലനിർത്തുന്ന ഒരു മനയാണെന്ന് എനിക്ക് ദൂരത്തു നിന്ന് തന്നെ തോന്നി. എന്തായാലും നമ്മൾ ഇതിൻ്റെ ഉള്ളിലേക്ക് കയറലായി. അപ്പോൾ ഒരു പ്രത്യേക ഫീലിംഗ് തന്നെയാണ് നമ്മളെ പഴയകാലത്തെ ഓർമ്മകൾ തട്ടി ഉണർത്തുന്ന മനകളിലേക്ക് കയറി ചെല്ലുമ്പോൾ. ഈ സ്റ്റെപ്പൊക്കെ കയറി നമ്മൾ മുകളിലേക്ക് കയറുമ്പോൾ നമ്മൾ ആനയിക്കുന്ന ആ ഒരു പഴമ നിലനിർത്തുന്ന മന, അത് പ്രത്യേകിച്ച് ഏറെ തന്നെയാണ്. അപ്പോൾ മനയുടെ കുറച്ചു ഭാഗങ്ങളാണ് ഈ സൈഡിലേക്ക് കൂടി ഞാൻ നടക്കുമ്പോൾ കാണുന്നത്. കാലപ്പഴക്കത്തിൻ്റെ ചെറിയൊരു അടയാളങ്ങൾ കാണാനുണ്ട്. ഇവിടെ തന്നെ പാതായിക്കര മന ഭഗവതി പ്രതിഷ്ഠയുണ്ട്. അപ്പോൾ അതിൻ്റെ ഉള്ളിലായിട്ടാണ് നമ്മൾ ഉൾഭാഗത്തെ വിഗ്രഹം നമ്മൾ വീഡിയോ എടുക്കാൻ പാടില്ലല്ലോ. അപ്പോൾ ഉള്ളിൽ അതിൻ്റെ കർമ്മിയെല്ലാം ഉണ്ട്. അപ്പോൾ മനേൻ്റെ ഉള്ളിൽ തന്നെയാണ് ഇത് വരുന്നത്. പഴയകാലത്ത് ചില മനകളിൽ അങ്ങനെ ഉണ്ട്, സ്ഥാനമുണ്ട്. ഭഗവതിക്കാണ് കൂടുതൽ സ്ഥാനം ഉണ്ടാവുക. അപ്പോൾ ഒരു വല്ലാത്തൊരു ഫീലിംഗ് തന്നെയാണ്. അവിടെ ആകെ ആരും ഉണ്ടായിട്ടില്ല, 2 പേരെ ഉണ്ടായിട്ടുള്ളൂ. ഇതാണ് മനയുടെ മുന്നിലെ സൈഡിലെ ക്ഷേത്രങ്ങൾ. അതിൻ്റെ മുന്നിലുള്ള ഈ ഒരു ഭാഗമാണ് എനിക്ക് ഏറ്റവും കൂടുതൽ അട്രാക്റ്റ് തോന്നിയത്. പത്തായപ്പുരയാണ്. വല്ലാത്തൊരു ഫീലിംഗാണ് എനിക്കത് കണ്ട സമയത്ത്. ഞാൻ റീൽസ് കണ്ടതും ഈ ഒരു പത്തായപ്പുരയാണ്. അപ്പോൾ ഈ പത്തായപ്പുര ലക്ഷ്യമാക്കി ഞാൻ നടന്നു. പത്തായപ്പുര അതിൻ്റെ ആർട്ട് വർക്കുകൾ ഒരു രക്ഷയുമില്ല. ഭയങ്കര സംഭവം തന്നെ. 3 നിലയിലായിട്ടുള്ള നമ്മളെ നെല്ല്, നാളികേരം എന്നിവ സംരക്ഷിക്കുന്ന പഴയകാലത്തെ ഗതകാല സ്മരണകൾ ഉണർത്തുന്ന ശരിയായ മന തന്നെയാണിത്. അത്രയും വലിയ സമ്പദ് വ്യവസ്ഥയുള്ള വലിയ തറവാട്ടുകാരായിരിക്കാം. അതാണ് ഇത്രയും വലിയ പത്തായപ്പുര ഉണ്ടത്. ഒരുപാട് നെൽകൃഷികൾ, ഏക്കറക്കണക്കിന് നെൽകൃഷികളുണ്ടെന്ന് എനിക്ക് കേട്ടത്. അപ്പോൾ ഈ ഒരു മനയ്ക്ക് തന്നെ പഴക്കം ഏകദേശം 200 വർഷം ഉണ്ടാകാനാണ് ചാൻസ്. 200 വർഷത്തിലധികം ഉണ്ടാവും. ഓരോ കാലത്തിലത് മാറ്റി മാറ്റി പണിതിട്ടുണ്ടാവും. ഓരോ രാജാക്കന്മാരുടെ കാലഘട്ടം പോലെ പ്രത്യേകിച്ച് അങ്ങനെ മാറ്റങ്ങൾ ഉണ്ടാവും. കൊത്തുപണികളും അതിൻ്റെ ആ ഒരു പഴമയും വേറിട്ട് നിൽക്കുന്നൊരു കാഴ്ച തന്നെയാണ്. ഏറ്റവും വലിയ ഹൈലൈറ്റ് ആ ഒരു തൂണ് തന്നെയാണ് എനിക്ക് തോന്നുന്നത്. ശരിയായൊരു പഴയകാല ഓർമ്മയിലേക്ക് നമ്മളെ കൊണ്ടുപോകുന്നതാണ് ഈ ഒരു കാഴ്ചകളൊക്കെ. വളരെ പഴക്കമുള്ള ഒരു മന നമ്മൾ കണ്ടു. അവിടെ ആൾത്താമസമുണ്ട്, ദേവീക്ഷേത്രമുണ്ട്, അതെല്ലാം കണ്ടില്ലേ. ഇതിപ്പം ശരിക്കും പത്തായപ്പുരയാണ്. പത്തായപ്പുര എന്ന് പറയുമ്പോൾ എന്ത് ഭംഗിയാണ് ശരിക്കും പറഞ്ഞാൽ. അടിപൊളി വീട് തന്നെ അല്ലേ. ശരിക്കും ആ കാലത്ത് പ്രൗഢിയുള്ള ഒരു സംഭവം തന്നെയാണ് ശരിക്ക് ഈ ഒരു മനയും ഈ ഒരു പത്തായപ്പുരയും. അപ്പോൾ ഇനി ഇവിടെ ഒരു കുളമുണ്ട്. എന്തായാലും ചരിത്രങ്ങൾ ഏറെ ഉറങ്ങുന്ന ഈ ഒരു സ്ഥലത്തെത്തി നമ്മൾ ഒരു കുളം കൂടി കാണിക്കണമല്ലോ. ഒരുപാട് സന്തോഷമായി. ഒരുപാട് ചരിത്രങ്ങൾ നമ്മൾ എത്രയോ നമ്മൾ നൂറ്റാണ്ടുകൾക്ക് മുമ്പുള്ള ചരിത്രങ്ങൾ ഉറങ്ങുന്ന മണ്ണിലാണുള്ളത്. അപ്പോൾ മലപ്പുറത്ത് വന്നിട്ട് എനിക്കിത് ഭയങ്കര സന്തോഷമായി. ഇങ്ങനെയൊരു വീഡിയോ, നമ്മൾക്ക് ഇങ്ങനെയൊരു മന, അതുപോലെ ഒരു പത്തായപ്പുര, അടിപൊളി പത്തായപ്പുര അല്ലേ. അപ്പോൾ ഇതെല്ലാം കാണാൻ പറ്റി. ഇനി നമുക്ക് ആ കുളവും കാണിക്കാം. പിന്നെ അതുപോലെ തന്നെ കുറച്ചും കൂടി വീഡിയോസും നമുക്ക് ഇതിൻ്റെ കൂടെ ആഡ് ചെയ്യുന്നുണ്ട്. അപ്പോൾ നടക്കുമ്പോൾ ചെറിയൊരു ഭയമുണ്ട്, പാമ്പോ എന്തെങ്കിലും ഉണ്ടാകുമ്പോൾ ചെറിയൊരു ഭയമുണ്ട്. എന്നാലും പേടിക്കാതെ മുന്നോട്ട് പോകുക, അത്ര തന്നെ. ഒരു കിണറാണ് ഇതിൻ്റെ അടുത്ത് തന്നെ ഉള്ളത്. ഇവിടുന്ന് അങ്ങോട്ടേക്ക് മുഴുവനായിട്ട് കോവിലകത്തിൻ്റെ പല ഭാഗങ്ങളായിരിക്കും. പണ്ട് ശരിക്കും കോവിലകങ്ങൾക്കെല്ലാം, പണ്ടത്തെ തറവാടുകൾക്കെല്ലാം കുളങ്ങളുണ്ടാവും.
അപ്പോൾ അവർ രാവിലെ എണീറ്റ് ഒരു 4 മണി 5 മണിക്കെല്ലാം കുളത്തിലിറങ്ങി കുളിച്ച് പിന്നെ അവരെ പൂജയും കാര്യങ്ങളൊക്കെ ആയി അങ്ങനെ ഒരു ചിട്ടാരീതി എന്തായാലും ഉണ്ടാവുമെന്ന് ഉറപ്പല്ലേ, നമുക്ക് അറിയാത്ത കാര്യമാണ്. അപ്പോൾ ഇതാണ് ആ കോവിലകത്തെ ഒരു കുളം, മനയിലെ കുളം ശരിക്ക്. അപ്പോൾ കുളം ശരിക്കും പറഞ്ഞാൽ ഇന്നിപ്പം ഇവിടെ ഉപയോഗിക്കുന്നെല്ലാം ഉണ്ടാവും, പക്ഷേ ഇവിടെ അത്യാവശ്യം മലക്കും കാര്യങ്ങളൊക്കെ ഉണ്ടെന്നൊന്നും വലിയ, എന്നാലും കുഴപ്പമൊന്നുമില്ല. പടവുകളിൽ നല്ല വൃത്തിയുള്ളത് തന്നെയാണ്. അപ്പോൾ അത്യാവശ്യം ഉപയോഗിക്കുന്നുണ്ടാവും, ഉപയോഗിക്കാതിരിക്കുന്ന കുളമല്ല. അപ്പോൾ ഇതാണ് കുളത്തിലെ കാഴ്ച. പാതായിക്കര മനയിലെ വിശേഷങ്ങൾ. വീഡിയോ ഇഷ്ടമായാൽ നിങ്ങൾ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോ നമുക്ക് ഉടനെ തന്നെ കാണാം. ഇങ്ങനെയുള്ള മനകൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ എന്നെ അറിയിക്കാൻ മറക്കണ്ട. ഇതെനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. ഇത് പത്തായപ്പുരയാണ്, ഇതിനിപ്പുറമാണ് മന. ഓക്കെ, അടുത്ത വീഡിയോ നമുക്ക് ഉടനെ തന്നെ കാണാം.